വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവ് കത്തികൊണ്ട് ആക്രമിച്ച യുവതി മരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി സൂര്യഗായത്രിയാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-ക്കാണ് സംഭവം നടന്നത്. ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ പെൺകുട്ടി മരണപ്പെട്ടത്. കൊല്ലം സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങി 6 മാസമായി മാതാപിതാക്കൾക്കൊപ്പമായി കത്തികൊണ്ട് യുവതിയെ തലങ്ങും വിലങ്ങും കുത്തുകയായിരുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശാരീരിക വെല്ലുവിളികളുള്ള വ്യക്തികളാണ് സൂര്യയുടെ അച്ഛനും അമ്മയും. ഇവരെയും അരുൺ ആക്രമിച്ചിരുന്നു. സൂര്യഗായത്രി അച്ഛനമ്മമാരുടെ പ്രതീക്ഷയായിരുന്നു. സൂര്യഗായത്രിയുടെ മനോബലമായിരുന്നു ശാരീരിക വെല്ലുവിളി നേരിട്ടിരുന്ന മാതാപിതാക്കളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നു കേട്ടത്. തല ചുമരിലിടിച്ച് പലവട്ടം മുറിവേൽപ്പിച്ചു. സൂര്യ അബോധാവസ്ഥയിലായിട്ടും ഇയാൾ വീണ്ടും വീണ്ടും കുത്തി. അയൽക്കാരുടെ നിലവിളി ഉയർന്നതോടെ അരുൺ ഓടി സമീപത്തെ വീട്ടിലെ ടെറസിൽ ഒളിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഒരു വീടിന്റെ ശുചിമുറിയിൽ ഒളിച്ചിരുന്ന പ്രതിയെ നാട്ടുകാർ പിടികൂടി വലിയമല പോലീസിന് കൈമാറുകയായിരുന്നു. വാർത്തയും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പട്ടി കുരച്ചപ്പോഴത്തേക്ക് ഈ പട്ടി കുരച്ചപ്പോൾ ഒരു വിളിയും കൊച്ചു പിള്ളേർ വിളിക്കും പോലെയാണ് ആ കൊച്ചിന്റെ അച്ഛൻ വിളിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അത് പിള്ളേർ കൂവേണം. അങ്ങനെ എന്നിട്ട് ഞാൻ ടിവിയിൽ സൗണ്ട് കുറച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അച്ഛൻ വെളിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ച്. അപ്പോഴും എന്റെ ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നു. അപ്പോൾ ഈ ഗേറ്റ് അടച്ചിരുന്നത് കൊണ്ട് ഈ ഗേറ്റ് തുറന്ന് വരാൻ വേണ്ടി അപ്പം എന്റെ കൊച്ചിനെ ഒരാൾ വന്ന് കുത്തി ഒരുപാട് പരിക്കേൽപ്പിച്ച് ഓടി വരണേന്ന് പറഞ്ഞു. അവന് ഇവർ ഇറങ്ങി ഓടിയിട്ട് ഒരു കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് ചെന്ന് ഒരു വടിയും എടുത്തും കൊണ്ട് ഇങ്ങ് വന്നിട്ട് ഇവിടെ ഇറങ്ങണ നേരം ആ വന്ന ആള് കയറി ഓടിക്കളഞ്ഞു. ഓടി അങ്ങ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവര് കൂടെ പിറകെ പോയപ്പോൾ മുകളിൽ ഇവരുടെ ശേഷാറന്മാർ 2 പേരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഇറങ്ങി ഓടി. പക്ഷെ അവന് അപ്പോഴും കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ എല്ലായിടവും നോക്കിയപ്പോഴത്തേക്ക് അങ്ങ് മുകളിലൊരു വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ ഇവൻ ഒളിച്ചിരിക്കുന്നെന്ന് കണ്ട് എന്റെ ശേഷാറിനാണ് അവനെ ആദ്യം പിടിച്ച് കൊണ്ടുവന്നത്. വഞ്ചിയൂർ, ആര്യനാട്, പേരൂർക്കട സ്റ്റേഷനുകളിൽ അരുണിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു. സൂര്യഗായത്രിയുടെ അമ്മയുടെ ലോട്ടറി കടയിൽ വെച്ചായിരുന്നു അരുൺ സൂര്യഗായത്രിയെ പരിചയപ്പെടുന്നത്. അമ്മ നെടുമങ്ങാട് നടത്തിയിരുന്ന ലോട്ടറി കടയിൽ സഹായിക്കാനായി സൂര്യയും ഇടയ്ക്കിടെ എത്തിയിരുന്നു. സിനിമ പബ്ലിസിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന പേയാട് സ്വദേശി അരുൺ നെടുമങ്ങാട് വരുമ്പോഴൊക്കെ ഈ കടയിൽ നിന്നും പതിവായി ലോട്ടറി എടുത്തിരുന്നു. അങ്ങനെ പെൺകുട്ടിയുമായുള്ള പരിചയം തുടങ്ങി. ഇതിനെ പ്രണയമായി അരുൺ തെറ്റിദ്ധരിച്ചു. ഇതിനിടെ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചു. പെൺകുട്ടി വീട്ടിലെത്തിയ കാര്യം കഴിഞ്ഞ ദിവസമാണ് അരുൺ അറിയുന്നത്. ഇതോടെ രണ്ടും കൽപ്പിച്ച് പകരം വീട്ടാൻ തീരുമാനിച്ചുവെന്നാണ് സൂചന. മനസ്സിൽ സൂക്ഷിച്ച പകയുമായി എത്തിയ അരുൺ പെൺകുട്ടിയെ വീട്ടുകാരുടെ മുന്നിലിട്ട് കുത്തുകയായിരുന്നു. അരുൺ അവിവാഹിതനാണ്. സൂര്യഗായത്രിയുമായുള്ള പ്രണയം നാട്ടിലറിഞ്ഞ് അരുണിന് മറ്റ് വിവാഹങ്ങളൊന്നും നടക്കാതിരുന്നത് അസ്വസ്ഥനാക്കിയിരുന്നു. പലപ്പോഴും പൊതുയിടങ്ങളിൽ വെച്ച് കാണുമ്പോൾ സൂര്യഗായത്രി അരുണുമായി വാക്കേറ്റം നടത്തുന്നത് പതിവായിരുന്നുവെന്നും ഇതിലെ പ്രകോപനമാണ് ആക്രമണം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുമാണ് അരുൺ പോലീസിന് നൽകിയ മൊഴി. എൻ്റെ ഏരിയയിൽ വന്നിട്ട് നാണകെടുത്തി ഞാൻ അവളോട് കഴിഞ്ഞാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ നല്ല സുഖ ജീവിതമായി. എനിക്ക് പെണ്ണ് കിട്ടില്ല. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നുവെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തത വരൂ എന്നുമാണ് വലിയമല പോലീസ് പറഞ്ഞത്. പെൺകുട്ടിയെ ആക്രമിച്ച് രക്ഷപ്പെടുന്നതിനിടെ കൈക്ക് പരിക്കേറ്റ അരുൺ പോലീസ് നിരീക്ഷണത്തിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്.